ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോണേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, എൻ്റെ സവാള, ഒരു തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, പട്ടയും ഗ്രാമ്പും, ഇഞ്ചി, പെരുംജീരകം, ജീരകം, മല്ലി, കസകസ, മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പൊടിക്കുകയേ വേണ്ടൂ. അത് ഇനി ഒന്ന് നമ്മൾ തേങ്ങ കൂടി വെളിച്ചെണ്ണയിൽ നല്ലോണം വറുത്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്, പട്ടയും ഗ്രാമ്പും കൂടി ഇടുന്നുണ്ട്. ഇതൊന്നായി വരുമ്പോൾ തന്നെയാണ് ഒന്ന് ചിക്കൻ കറവാക്കി വെക്കുന്നുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് അരമണിക്കൂർ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് നല്ലോണം ആയി വരുന്നുണ്ട്. ആയിട്ട് അങ്ങനെ അതും കൂടി സൈഡിൽ മാറ്റി വെക്കാൻ തണിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിന് മല്ലിയും പെരുംജീരകവും ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. അതും കൂടി അങ്ങനെ പൊടിച്ച് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരുമിച്ചൊന്നെയാണ് ഞാൻ തേങ്ങ വറുത്തതും കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അതും റെഡിയായി. ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, കുറച്ച് കടുക് എല്ലാം പൊട്ടിയിട്ട് വന്നപ്പോൾ പടപടാ പൊട്ടിയായ പിന്നെ ഞാൻ അതിലേക്ക് സവാളയും കൂടി ഇടുന്നുണ്ട്. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ അതിൻ്റെ അപ്പുറം തക്കാളി കൂടി ഇടുന്നുണ്ട്. തക്കാളി കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ സെറ്റാക്കാൻ വെച്ച ചിക്കനും അതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ. അതും കൂടി കുറച്ച് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്കാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ അത് അടുപ്പടിച്ച് വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് കൂടി കുക്കാവാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റെഡിയായതിന് കുറച്ച് ഏകദേശം വെന്തിട്ടുണ്ട് ചിക്കന്. ഇനി അതിൻ്റെ അപ്പുറം ഞങ്ങൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി നമുക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അത്രയ്ക്കും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ അപ്പുറം തന്നെ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ഇടുന്നുണ്ട്. ഇട്ടിട്ട് അടുപ്പടിച്ച് വെച്ചിട്ട് ഇനി ഒരു 15 മിനിറ്റ് കൂടി ഞാനത് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഈ കറി ദോശ, ചപ്പാത്തി, പൂരി ഇതിനെല്ലാം അടിപൊളി നല്ല മാച്ചിങ്ങുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. ഓക്കെ, ബൈ, ലവ്.